ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷുക്കണി ഒരുക്കലും രാവിലെ വെളുപ്പിന് വിഷുക്കണി കാണുകയും ചെയ്ത് അങ്ങനെ നമ്മൾ എല്ലാം പൊളിച്ചടക്കിയിരിക്കുകയാണ്. എല്ലാം സെപ്പറേറ്റ് പീസുകളാക്കിയിരിക്കുകയാണ്. നമ്മളങ്ങനെ പാലട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വിഷുവായിട്ട് ഇനി തകർത്തടയാക്കാം. പാലട തന്നെ തകർത്തടയാണ്. ഇപ്പോൾ ഒന്ന് തറവാട്ടിക്കടയിൽ ഒന്ന് പോകണം, പിന്നെ വൈഫ് ഹൗസിലേക്ക് ഒന്ന് പോകണം. മൊത്തം പരിപാടികളാണ് ഫുൾ. പാലടയ്ക്ക് ഒന്ന് റെഡിയായിട്ട് കുടിച്ചിട്ട് വേണം ഇവിടെ നടക്കാനായിട്ട്. ഓക്കെ, ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞാൻ നമ്മുടെ കുടിയിലൊന്ന് പോകണം. 1-ാം തീയതി ആണല്ലോ, വിഷു തന്നെയല്ല, 1-ാം തീയതിയാണ്. അപ്പോൾ കുടിയിലൊന്ന് പോയി നമ്മുടെ സൈറ്റിൽ വീടിൻ്റെ വർക്കാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1-ാം തീയതി നമ്മുടെ കുടിയിൽ തന്നെ ഒന്ന് പോയിട്ട് നമ്മുടെ തറവാട്ടി പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പാലട പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തറവാട്ടിൽ കൊണ്ടുപോയി തുടങ്ങണം. അപ്പോൾ ഞാനും വൈഫും കുറച്ചുകൂടി കൂടി അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വൈഫ് ഹൗസിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയിലാണ് കേട്ടോ. പൊന്നിക്കുട്ടി എൻ്റെ കൂടെ കയറി പോന്നിട്ടുണ്ട് തറവാട്ടി പോകാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുടിയിലൊന്ന് പോകണം. കുടിയിൽ ഞാനും പൊന്നിക്കുട്ടിയോടും കൂടിയാണ് പോകണം. കുടി ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് നേരെ തറവാട്ടിലോട്ട് പോകാൻ കേട്ടോ. നമ്മള് നമ്മുടെ കുടിയിലേക്ക് പോകുന്ന വഴിയാണ്. കുടിയിലേക്ക് പറയുമ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ വീട് പണിയുന്ന പ്ലേസ്, അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി മോളൂ. വഴി തെറ്റി മൂവാറ്റിന്ന് വരുന്ന ഒരു നമ്മളെ മൂന്നാർക്ക് പോകാനായിട്ട് കയറി വന്നേക്ക് ആ വഴിക്കടയാണ്. അപ്പോൾ അവിടെ റൂട്ടിൽ നിന്ന് ഇച്ചിരി കയറിയിട്ടാണ്. ഞാനൊന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറട്ടെ. പിന്നോട് നിൽക്കുക, അച്ഛാ വീട്ടിൽ ചെല്ലുമ്പോൾ ശരിയാക്കി തരാം. മഞ്ഞ ചെരുപ്പെടുത്തത് അല്ലെ തോന്ന ചെരുപ്പെടുത്തത്, ചോന്നോ മഞ്ഞ അല്ലെ നീലും എടുത്തത്. മഞ്ഞ അച്ഛാവത്തിലെ പിങ്ക് ഷൂ കഴിക്കുക. അച്ഛനെന്താ അമ്മയച്ചു പോയത് പോവാണ് ഗൈസ്. ഓറഞ്ച് അപ്പത്തത് വെക്കാ മതി. ഞാൻ ഓറഞ്ച് വെച്ചില്ലേ, അല്ലാണ്ട് ഞാൻ പൂവറ്റിനാണ്. തറവാട്ടി പോയിട്ട് നമുക്ക് പായസം കൊടുത്തിട്ട് നമുക്ക് നിന്റെ ഷൂ ക്ലിയർ ആക്കാം കേട്ടോ. നിന്റെ ഷൂല ആകെ ഇത് പിടിച്ചു അല്ലേ? അത് ശരിയാക്കി തരാം. ഓക്കെ, ആ കുഞ്ഞിനോട് കളിച്ചോ. ആ കുഞ്ഞൻ പോവും, കുഞ്ഞൻ ഇങ്ങോട്ട് പോവും. കുഞ്ഞൻ്റെ വീട്ടിൽ പോവും. കുഞ്ഞൻ്റെ അമ്മമ്മേനെ കാണാൻ പോവും. നീ നിന്റെ അമ്മമ്മേനെ കാണാൻ പോവും. ഓക്കെ, പോവൂലേ? ആ കുഞ്ഞിന്റെ കൂടെ ഇപ്പൊ ചെല്ലുമ്പോ കളിക്കാം കേട്ടോ. ഇപ്പോഴല്ല പണിച്ചറ കഴിഞ്ഞിട്ടോ. ആ ഗൈസ്, അപ്പൊ ഞങ്ങളതെ അങ്ങനെ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ കുഞ്ഞനാണെങ്കിൽ ഉച്ചയോടുകൂടി അവൻ്റെ അമ്മ വീട്ടിൽ പോകും. അതിനു മുമ്പ് പൊന്നിക്ക് പോയി കുഞ്ഞിൻ്റെ കൂടെ കളിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കുഞ്ഞിൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പൊ ഞങ്ങള് അതെ തിരിച്ച് കുടി പോയിട്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്ന ഫ്ലാറ്റ് വഴി ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ കുഞ്ഞൻ. ഒരു ഹായ് കൊടുത്തരാം എല്ലാവർക്കും. ഞങ്ങളത്
ഇപ്പം അമ്മ വീട് കഴിഞ്ഞു. അമ്മ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമ്മയുടെ വീട്ടിലല്ല പോണത്, അമ്മ അമ്മച്ചിയുടെ വീട്ടിൽ. അമ്മമ്മയുടെ വീട്ടിലല്ല, നാളെ പോണത്. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് എത്തുകയാണ് ഗൈസ്. തറവാട്ടിലേക്ക് എത്തുകയാണ്. തറവാട്ടിലേക്ക് എത്താൻ പോവാണ് ഗൈസ്. തറവാട്ടിലേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. തറവാട്ടിലേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. തറവാട്ടിലേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ വെട്ടടിച്ച് തറവാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ തറവാട്ടിലേക്ക് കയറുന്ന വഴി. നമ്മുടെ കോതങ്ങണം ഞങ്ങൾ പറയും, ഞങ്ങളുടെ കോതങ്ങണം എണ്ണച്ച് വഴിയിൽ നിന്ന് ഞങ്ങൾ കയറി ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ 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 ഹലോ. അമ്മച്ചിയുടെ വീട്ടിലോ? അമ്മച്ചിയുടെ വീട്ടിലോ? ഒത്തിരി ബിഗ് അച്ഛാ. നമുക്ക് ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇറങ്ങി എല്ലാരും കാണട്ടെ. ഞങ്ങള് പാലട പായസം കൊടുക്കുന്നത്. ഓക്കെ, നമ്മള് ഇന്നലെ തറവാട്ടില് കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ തറവാട്ടിൽ വന്നതാണ്. ഇപ്പൊ തറവാട്ടിലൊടിക്കാണ് വിഷയം. ഞാൻ വീട്ടിലുണ്ടാക്കിയ കുറച്ച് പായസം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പായസം കൊടുത്തു. ഇനി വിഷു കൈനീട്ടം അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. ഇനി ബാക്കി കുഞ്ഞിനങ്ങോട്ട് ഇവിടെ നിന്ന് പോയപ്പോൾ അപ്പോൾ അതുകൊണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. വന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. തറവാട്ടിൽ നിന്ന് പോയി ചെറിയ ഉച്ചൂണാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈഫ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷു പല വീടുകളിൽ കയറി ആഘോഷമാക്കി അവസാനം വൈഫ് ഹൗസിലേക്ക് എത്താറായിരിക്കുകയാണ്. ഇന്നത്തെ വിഷു ഉച്ച ഊണ് വൈഫ് ഹൗസിൽ നിന്നാണ്. അതിനു മുമ്പ് ഞാൻ തറവാട്ടിൽ പോയി ചെറിയ രീതിയിൽ ഊണൊക്കെയും കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് പോരുന്ന വഴിയാ. ഞാനും കൊച്ചും പോയി മാത്രം കഴിച്ചു. വൈഫ് വന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ വൈഫ് ഹൗസിലേക്ക് എത്താറായി. അപ്പോൾ അവരേക്കും ഏകദേശം ഇട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി സമയം 2 മണിയായി. ഇനി ചെന്ന അപ്പം തന്നെ ഊണ് കഴിക്കലാണ് പരിപാടി. നമ്മുടെ വീഡിയോ ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഇടുന്നതാണ്. ഇന്നത്തെ സത്യാവിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെന്നിട്ട് നോക്കാം. ഓക്കേ.